കേരളത്തിലെ കോൺഗ്രസിൽ ഏറ്റവും ഒടുവിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നത് 1991-ലാണ്. അതിനുശേഷമുള്ളതെല്ലാം സമവായത്തിലൂടെയോ നാമനിർദ്ദേശത്തിലോ ആയിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അന്തിശാസനമുള്ളതിനാൽ സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു എന്നല്ലാതെ ഏതു രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. സംസ്ഥാന നേതാക്കൾ ഇക്കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡുമായി ചർച്ച നടത്തും. തെരഞ്ഞെടുപ്പ് നടന്നാൽ പാർട്ടി പിടിച്ചെടുക്കാമെന്ന ആത്മവിശ്വാസത്തിൽ നിൽക്കുന്ന എ ഗ്രൂപ്പ് ബൂത്ത് തലം മുതൽ നേരിട്ടുള്ള മത്സരം നടക്കട്ടെ എന്ന നിലപാടിലാണ്. എ ഗ്രൂപ്പിന്റേതുപോലെ ഉറച്ച സംവിധാനമല്ലാത്തതിനാൽ നേരിട്ടുള്ള തെരഞ്ഞെടുപ്പിന് ഐ ഗ്രൂപ്പിന് താൽപ്പര്യമുണ്ടാകില്ല. അതേസമയം പാർട്ടിക്കുള്ളിലെ സാഹചര്യങ്ങൾ വഷളാകരുത് എന്ന പൊതുവികാരം നേതാക്കൾക്കുണ്ട്. പുതിയ DCC അധ്യക്ഷന്മാരെ നിയമിച്ചിട്ട് അധികനാളായില്ല എന്നതാണ് മറ്റൊരു പ്രശ്നം. 21,000-ഓളം ബൂത്തുകളിൽ തെരഞ്ഞെടുപ്പ് നടത്തുക, മണ്ഡലം ബ്ലോക്ക് കമ്മിറ്റികളെയും ബ്ലോക്കിൽ നിന്നുള്ള KPCC അംഗങ്ങളെയും സമവായത്തിലൂടെ തീരുമാനിക്കുക, നിലവിലുള്ള DCC അധ്യക്ഷന്മാരെ തുടരാൻ അനുവദിക്കുക, KPCC അധ്യക്ഷനെയും ഭാരവാഹികളെയും തീരുമാനിക്കുന്നതിനുള്ള ചുമതല ഹൈക്കമാൻഡിന് വിടുക. ഈ തരത്തിലുള്ള ആലോചനകളാണ് സംസ്ഥാന നേതാക്കൾക്കിടയിലുള്ളത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടി KPCC അധ്യക്ഷനാകാനുള്ള സാധ്യതയേറും. സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ അധ്യക്ഷനാകാൻ ഉമ്മൻചാണ്ടിക്ക് എതിർപ്പുമില്ല. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. 1992 ശേഷം സമ്പൂർണ്ണ സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കോൺഗ്രസിൽ പുതിയ ഭാരവാഹികളെ ചൊല്ലിയുള്ള ചർച്ചകൾ സജീവമായി. അനാരോഗ്യം മൂലം സോണിയാഗാന്ധി പദവി ഒഴിയുന്നതോടെ രാഹുൽ ഗാന്ധി അധ്യക്ഷനായി അവരോധിക്കപ്പെടും. സോണിയ പാർട്ടിയുടെ മാർഗദർശിയായി തുടരും. പ്രവർത്തക സമിതിയിലും AICCയിലും വൻ അഴിച്ചുപണിയുണ്ടാകും. സോണിയാഗാന്ധിയോട് അടുത്ത് പ്രവർത്തിക്കുന്ന പല മുതിർന്ന നേതാക്കൾക്കും സ്ഥാനചലനമുണ്ടായേക്കും. പകരം രാഹുൽ ക്യാമ്പിലെ യുവനിര ദേശീയ നേതൃത്വത്തിലേക്ക് വരും. 31-അംഗ പ്രവർത്തക സമിതിയിലേക്ക് പുതുതായി ചിലരെ ഉൾപ്പെടുത്തും. ഉമ്മൻചാണ്ടി പ്രവർത്തക സമിതിയിലേക്ക് എത്താനും സാധ്യതയുണ്ട്. AICC ഭാരവാഹികളിലും മാറ്റമുണ്ടാകും. കേരളത്തിൽ നിന്നും VM സുധീരൻ, VD സതീശൻ, PT തോമസ്, PC വിഷ്ണുനാഥ് തുടങ്ങിയവർ ദേശീയ നേതൃത്വത്തിലേക്ക് എത്തിയേക്കും. PC ചാക്കോയും മുഗൾ വാസ്നിക്കും ജനറൽ സെക്രട്ടറിമാരായി തുടരും. അതേസമയം സംഘടനാ തെരഞ്ഞെടുപ്പിന് മുമ്പ് KPCCക്ക് പുതിയ അധ്യക്ഷനുണ്ടാകാൻ സാധ്യതയേറി. താൽക്കാലിക അധ്യക്ഷന് കീഴിലുള്ള സംഘടനാ തെരഞ്ഞെടുപ്പ് സുഗമമായിരിക്കില്ലെന്നാണ് ഹൈക്കമാൻഡ് വിലയിരുത്തൽ. KPCCയുടെ താൽക്കാലിക അധ്യക്ഷൻ MM ഹസൻ ചർച്ചകൾക്കായി ഡൽഹിയിലുണ്ട്. വരും ദിവസങ്ങളിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഹൈക്കമാൻഡ് നേതാക്കളുമായി ചർച്ച നടത്തും. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പ്രതീക്ഷയുള്ള സംസ്ഥാനമാണ് കേരളം. ഈ സാഹചര്യത്തിൽ ഗ്രൂപ്പുകളുടെ മനസ്സറിഞ്ഞ ശേഷമായിരിക്കും സ്ഥിരം അധ്യക്ഷനെ നിശ്ചയിക്കുക. ക്രൈസ്തവ ദളിത് വിഭാഗത്തിൽപ്പെട്ടയാളെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കാനാണ് സാധ്യത. രാജേഷ് കോയിക്കൽ, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.